ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് മുഹമ്മദ് റാഷിദ്. ഞാനിവിടെ പ്രോട്ടോടൈപ്പിൽ കഴിഞ്ഞ സെപ്റ്റംബർ 11 ജോയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ച തികയാനാവുമ്പോൾ എനിക്ക് ഇതുവരെ ഞാനിവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായി എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. അതേപോലെ മിസ്സലേനിയസ് ആയിട്ടുള്ള പല ടാസ്കുകളും വേറെ ചെയ്യാനുണ്ടായിരുന്നു. അതിൽപ്പെട്ടതായിരുന്നു ടൈപ്പിംഗ്, അതേപോലെ ഒരു സെമിനാർ വീഡിയോ എടുക്കുക, പ്രോഗ്രസ് വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ക്യാമറയിൽ മുന്നിൽ നിന്ന് ഇങ്ങനൊരു വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായി ചെയ്യുന്നതാണ്. അത് ഒരു ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, എനിക്ക് കമ്മ്യൂണിക്കേഷനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഫസ്റ്റ് വീക്ക് തട്ടിമുട്ടിയൊക്കെ പോയെങ്കിലും അത്യാവശ്യം തന്നെ ഒരു വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ഒരു ആദ്യത്തെ വീക്കിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ടൈപ്പിംഗ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എൻ്റെ ഒരു ഒറ്റ ഫിംഗർ കൊണ്ട് ചൂണ്ടുവിരലുകൾ മാത്രം ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തിരുന്ന എനിക്കിപ്പോൾ എൻ്റെ മറ്റു വിരലുകളും കൂടി ടൈപ്പിങ്ങിന് യൂസ് ചെയ്യാൻ സുഖമായി പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാം. സെക്കൻഡ് വീക്കിലേക്കുള്ള ടാസ്കിന് വേണ്ടി റെസ്പോൺസീവ് വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ള ടാസ്കുകളായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, അതേപോലെ മീഡിയ ക്വറി ഇവയൊക്കെ പഠിക്കേണ്ടി വന്നു. അതൊക്കെ പഠിച്ച് ഒരു വെബ്സൈറ്റ്, റെസ്പോൺസീവ് വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയപ്പോൾ സത്യമായിട്ടും വളരെ ഒരു നല്ല എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ബിടെക് IT കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും റെസ്പോൺസീവ് എന്താണെന്ന് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ എൻ്റെ ആദ്യത്തെ റെസ്പോൺസീവ് വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു വീക്കിലാണ്. അതിനുവേണ്ടി ബൂട്ട്സ്ട്രാപ്പ് വെച്ച് വിവിധ ക്ലാസ്സുകളും കൊണ്ടും അതേപോലെ മീഡിയ ക്വറീസ് യൂസ് ചെയ്തിട്ടും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സെഷൻസ്. വളരെ സംസാര കുറവുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. സംസാരത്തിന് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനോടുള്ളൊരു മടി കൂടാതെ തന്നെ സോഷ്യൽ ആങ്സൈറ്റിയും അത്യാവശ്യം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം അതിനൊക്കെ കുറേ മെച്ചം കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും. ഇതിന് തന്നെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ക്യാമറയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ഞാൻ വളരെ വലിയൊരു മുന്നേറ്റമായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീക്കിൽ പ്രോഗ്രസ് വീഡിയോ എടുത്തപ്പോൾ, അതേപോലെ തന്നെ സെമിനാർ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഒരുപാട് ടേക്കുകൾ എടുത്തു. അതൊക്കെ വീണ്ടും റീടേക്ക് എടുത്ത് അങ്ങനെ കുറേ സമയം ഉപയോഗിച്ചാണ് ഓരോ 2 ടാസ്കുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ റീടേക്കുകളുടെ എണ്ണം വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു. അത് ഞാൻ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ കാണുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള
കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പ്രൂവ്മെൻ്റായി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻ്റായി. ഇതൊക്കെ എനിക്ക് ഒരു സെക്കൻഡ് വീക്ക് ആയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത മാറ്റങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.